എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. ഇത് നമ്മുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുന്നൊരു വീടാണ്. ഇപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമുള്ളപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. മെയിനായിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഒരു അളിയൻ്റെ വീടാണ്. അപ്പോൾ അളിയൻ ഈ മീൻ പിടിക്കാൻ പോകുന്ന ഒരാളാണ്. രാത്രി തോട്ടിലൊക്കെ പോയി മീൻ പിടിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ചെല്ലുമ്പോൾ അത്യാവശ്യം വലിയ മീനൊക്കെ കിട്ടാൻ നേരത്ത്, അതുപോലെ ജീവനുള്ള മീൻ കിട്ടാൻ നേരത്ത് ഇവിടെ ചെറിയൊരു ടാങ്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൊണ്ടുവന്ന് ശേഖരിക്കും, ആവശ്യമുള്ളപ്പോൾ പിടിച്ച് കഴിക്കാം എന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ നമ്മളൊന്ന് ഇതിനെ പിടിക്കാമെന്നുള്ള തീരുമാനം എടുത്ത് ഈ കാണുന്ന ടാങ്കിലാണ് നമ്മുടെ വരാൽ കിടക്കുന്നത്. അങ്ങനെ അത് വെള്ളമൊക്കെ വറ്റിച്ച് പിടിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ പൈപ്പൊക്കെ ഇട്ട് ഇതേ വെള്ളം വറ്റിക്കുകയാണ്. നമ്മുടെ ചേട്ടായിമാരാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് കോട്ടപ്പടിയാണ്, വനമേഖലയാണ്, ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അതെ, നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം കുറച്ച് വറ്റി. പിന്നെ നമ്മൾ ബക്കറ്റ് വെച്ച് കോരി വറ്റിക്കാവുന്ന തീരുമാനമായി. പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുന്ന പരിപാടി ഇല്ല. അങ്ങനെ അതെ, നമ്മുടെ ആദ്യത്തെ വരാലിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വരാലാണ് നമുക്ക് കിട്ടിയത്. ഇനി ഒരെണ്ണം ഇവിടെ ഉണ്ട്, മൊത്തം 2 ഉള്ളൂ ഇതിനകത്ത്. അങ്ങനെ രണ്ടാമത്തെ വരാലിനെ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ബക്കറ്റിൽ കാണുന്ന 2 വരാലിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് നേരെ ക്ലീനിങ് സെക്ഷനിലേക്കും ബാക്കിയുള്ള പരിപാടികളിലേക്കും പോകാം. പിള്ളേരാണ് കൊണ്ടുപോകുന്നത് വരാലിനെ. പിള്ളേർക്ക് വരാലിന് ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ളതാണ്. കാരണം വീട്ടിൽ അച്ഛൻ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഡെയിലി വരാലായിട്ടാണ് വരാറ്. അപ്പോൾ അതുകൊണ്ട് നാടൻ മീനൊക്കെ പിള്ളേർ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രാലിനെ നമ്മൾ ചാരത്തിലൊന്ന് മുക്കിയിട്ടിട്ട് അങ്ങനെ തേച്ചൊരിച്ച് ക്ലീനിങ് ആരംഭിച്ചിരിക്കുകയാണ്. ചെതമ്പലൊക്കെ നന്നായിട്ട് കളഞ്ഞ് ചാരത്തിലാണ് നമ്മൾ കുളിപ്പിക്കുന്നത്. നമ്മൾ ചെത്തിയൊന്നും കളയല്ല, പണ്ടുപോലെ നമ്മൾ ഈ ചാരത്തിലും ഇട്ട് തേച്ചിട്ടാണ് ബ്രാലിനെയൊക്കെ കറി വെച്ച് തിന്നുന്നത്. അങ്ങനെ നമ്മുടെ വരാലിനെ തേച്ച് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ മുള്ളൊക്കെ വെട്ടി ക്ലിയർ ആക്കുന്നു. ഇത് ചേട്ടായും ചേച്ചിയാണ്. ഇവിടെ ചോറ് വാരി കൊടുക്കുന്നൊരു പരിപാടിയാണ് ഇവിടെ. അവരുടെ ഒരു സന്തോഷം. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നത് ചേട്ടായാണ്. കത്തിക്ക് മൂർച്ച കുറവായതുകൊണ്ടാണ് നമ്മുടെ ബ്രാലിൻ്റെ തലയാണ് മുറിക്കാൻ കുറച്ച് മല്ലായിരുന്നു. എന്നാലും നമ്മളത് മുറിച്ച് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഓരോ പീസായിട്ട് നമ്മൾ മുറിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബ്രാല് ഓരോന്നായിട്ട് നമ്മൾ കഷ്ണിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കി ഒന്ന് കഴുകി എടുക്കും. അങ്ങനെ നമ്മൾ ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് വാഷ് ചെയ്യാനാണ്. മീനിൻ്റെ 2 മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇനി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുക്കും. തിരുമ്മി ഇട്ട് കഴുകിയെടുക്കും. അങ്ങനെ നമ്മുടെ ബ്രാല് തിരുമ്മലൊക്കെ കഴിഞ്ഞ് വെള്ളമൊഴിച്ച് നമ്മൾ കഴുകി വാരി എടുക്കുകയാണ്. നമ്മളൊരു 1-2 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ കഴുകി വാരി എടുത്തിട്ടാണ് കേട്ടോ. അടുത്ത് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയി. കിച്ചണിലാണെങ്കിൽ മൊത്തം തിരക്കാണ്, ഓരോ പരിപാടികളായിട്ട്. അതുപോലെ നമ്മുടെ ചേട്ടായുടെ ഒരു ചെറുക്കനാണ് ഈ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നത്. അവനെ ഇതൊക്കെ ഉണ്ടാക്കാനൊന്ന് പഠിപ്പിക്കണതാണ്. ഇത് അങ്ങനെ നമ്മുടെ ബ്രാലിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി അവനെ കൊണ്ടിടിക്കും. അല്ല, ഇത് മുളക് പൊടിയാണ്. അങ്ങനെ മുളക് പൊടി ഇട്ടു. ഇനി കുറച്ച് അടുത്തതായി നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ ലേശം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അങ്ങനെ കുരുമുളക് പൊടിയും നമ്മൾ
ചേർത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കും. അത്യാവശ്യം എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തു വയ്ക്കും. ഇതാണ് നമ്മുടെ വരാലിൻ്റെ ഓണർ. നല്ല കുക്കാണ്. നമ്മുടെ പിന്നെ അളിയൻ്റെ വക കുറച്ച് കൈപ്പൊടിയോടെയും അതിനകത്ത് മിക്സിങ് ഉണ്ട്. കുറച്ച് വിനാഗിരി ഒഴിച്ചതിന് ശേഷം കുരുമുളക് പൊടി ധാരാളം വേണമെന്ന് പറഞ്ഞ് അല്പം കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായി നമ്മളത് മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയോടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വിറകടുപ്പിലാണ് നമ്മൾ മീൻ വറുക്കാൻ പോകുന്നത്. അതിനായിട്ട് അത്യാവശ്യം ഒരു വാർപ്പുരുളി നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. തീയൊക്കെ നന്നായിട്ട് കത്തി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ മീനെ ഓരോന്നായിട്ട് നമ്മൾ വയ്ക്കും. ഇവിടെ നിന്നുകൊണ്ട് എന്തോരം ടൈം ആയിന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം അനുസരിച്ച് ഇങ്ങനെ പിടിച്ചിട്ടേ എല്ലാ കയ്യിലും ഇങ്ങനെ വെക്കുന്നില്ല. 2 സെക്കൻഡ് വേവുക, 2 സെക്കൻഡ് എന്ന് വേവുക. ആ ടൈം എടുത്ത് 2 സെക്കൻഡ് ഇങ്ങനെ എല്ലാത്തിനും ഇത് വേവില്ല. 2 സെക്കൻഡ് ഇങ്ങനെ വേവില്ല. എന്നാൽ അവിടെ അപ്പുറം വന്നാൽ ഇങ്ങനെ നമുക്കിങ്ങനെ വെന്തിപ്പിക്കാം. അതിന് വീണ്ടും ഇങ്ങനെ തന്നെ വയ്ക്കാം. അങ്ങനെ മീൻ വറുത്തതൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പിലേക്ക് 2 ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചുട്ടെടുക്കാനാണ്. പഴയൊരു നൊസ്റ്റാൾജിക് അടിച്ചതാണ്. അങ്ങനെ മീനെല്ലാം വറുത്ത് തീയൊക്കെ അണച്ചെടുത്ത് വെച്ചു. ഇനി നമ്മളത് നേരെ പ്ലേറ്റിലേക്ക് മാറ്റി എല്ലാവർക്കും കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വരാൽ വറുത്തത്. കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.